ഞാൻ കണ്ട സിനിമയിലൊക്കെ ഷൈൻ ഭയങ്കര എക്സ്പ്ലോസീവായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഞാൻ നേരിട്ട് കുറച്ച് നേരം മുമ്പ് സംസാരിച്ചപ്പം വളരെ സൈലൻ്റായിട്ട് വളരെ ഒതുങ്ങി സംസാരിക്കുന്ന ഒരു കക്ഷിയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്, വളരെ ഒതുങ്ങി വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. വളരെ കുറച്ചല്ല, എന്നാലും പരിചയിക്കേണ്ട പ്രശ്നമാണ്. കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ശരി. സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സിനിമയിലേക്ക് ഞാൻ അൻവർ എന്ന് പറഞ്ഞൊരു സിനിമയില്ല, അതിൽ ഞാൻ ആക്ച്വലി ഒരു ചെറിയ സീൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ STD ബൂത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലത്തെ പൃഥ്വിരാജിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയ സീൻ. അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സൗബിൻ ഷായറാണ്. അപ്പോൾ സൗബിൻ ഖാൻ അപ്പോൾ അങ്ങനെ അറിയാം. പിന്നെ പുള്ളിക്കാരനാണ് അപ്പോൾ അന്നീം റസൂൽ സജസ്റ്റ് ചെയ്തത്. അത് ശരി. ആദ്യത്തെ ശ്രദ്ധേയമായ ക്യാരക്ടർ തന്നെ രാജീവേട്ടൻ തന്നെ വലിയൊരു ഫിഗറിൻ്റെ സിനിമ തന്നെയായിരുന്നു. അപ്പോൾ സിനിമ അഭിനയം തന്നെയായിരുന്നു ആദ്യം താല്പര്യം, അല്ലെങ്കിൽ സിനിമയുടെ മറ്റു മേഖലകളിലായിരുന്നു താല്പര്യം? ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ടൈമൊന്നും ആയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരാളുടെ പടത്തിൽ ജസ്റ്റ് കാണാൻ പോകാന്ന് പറയുമ്പോൾ എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പോകുന്നതാണ് ആക്ച്വലി. അതായത് അഭിനയിക്കുമെന്നൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് മിണ്ടലും പറയലൊന്നുമില്ല, അന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പം എനിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളൊരു ഇപ്പോഴും ഒരു ക്ലിയർ ഐഡിയ ഒന്നും വന്നിട്ടില്ല. അത് പോയി ചെയ്ത് പറഞ്ഞ പോലെ ഇടിക്കാൻ പറയുമ്പോൾ പോയി ഇടിച്ചതെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം അന്ന് അഭിനയിച്ചത് ഒരുപക്ഷെ അന്ന് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ അറിയപ്പെടുന്ന കുറേ ആൾക്കാരുടെ കൂടെയായിരുന്നു. പക്ഷേ അത്രയും ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടും താങ്കളുടെ കഥാപാത്രം എടുത്തു കാണിച്ചു. ഒരുപക്ഷെ അത് രാജീവേട്ടൻ്റെ ഒരു ക്ലാസ്സും കൊണ്ടായിരിക്കും, രാജീവേട്ടൻ ഗൈഡ് ചെയ്തൊരു ക്ലാസ് കൊണ്ടായിരിക്കും. അന്ന് താങ്കളോട് നേരത്തെ പറഞ്ഞു ഛായാഗ്രാഹകനാകാൻ താല്പര്യം ഉണ്ടായിരുന്ന കക്ഷിയാണ്, അതിനുവേണ്ടി ശ്രമിച്ച കക്ഷിയാണെന്ന് പറഞ്ഞു. അന്ന് തീരുമാനിച്ചോ അഭിനയം തന്നെയാണ് ഇഷ്ടം? ഇല്ല, ഞാൻ ഇപ്പോൾ ക്യാമറ ശ്രമിച്ചു എന്നല്ലാതെ ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, എനിക്ക് സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട് അത്. അപ്പോൾ ഞാനിപ്പോൾ ആക്ടിങ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. വന്നത് നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. ഇപ്പം ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ അതൊരു വരുന്നതാണല്ലോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി. സിനിമാറ്റോഗ്രഫിയിൽ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? സിനിമാറ്റോഗ്രഫിയിലോട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു? നമ്മുടെ ബിഗ് ബി ഒക്കെ ഇറങ്ങിയ ടൈമിലാണ് ആക്ച്വലി ഞാനപ്പോൾ എൻ്റെ വീട്ടിലൊരു ക്യാമറ ഉണ്ട്, അപ്പോൾ ഇതിൽ ലോ ആംഗിൾ ഷോട്ടൊക്കെ അന്ന് തൊട്ട് ഇങ്ങനെ ഒരു ഫാസിനേഷൻ. അപ്പോൾ കൂട്ടുകാരെ വെച്ചൊക്കെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുക. പിന്നെയും എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് തന്നെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോന്നിലേക്ക് ഒരു മാറ്റം കാണുന്നുണ്ടായിരുന്നു. ബിഹൈൻഡും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയില്ല, നോക്കാം എന്താവും നോക്കാം. അഭി എന്നൊരു നടനെ അല്ലെങ്കിൽ കലാകാരൻ നമുക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരുപാട് വളരെ മനസ്സുകൊണ്ട് അടുപ്പിച്ച വ്യക്തിയാണ്. സിനിമയിലേക്ക് ഇറങ്ങിയപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ സിനിമയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞ ഇങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങുകയാണെന്നോ അങ്ങനെ ഒരു പരിപാടി. കാര്യം വളരെ ഇൻഫോർമലായിട്ടുള്ള ബിഗിനിങ് ആയിരുന്നു. അന്നീം റസൂലിൻ്റെ സമയത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറ്റണ പോലെ തന്നെ ചെയ്യുക, അല്ല ഇപ്പം എന്ത് പറയുന്നത് നമുക്ക്. അല്ല, കാരണം ഇൻഡസ്ട്രിയിൽ ഇത്രയും ബന്ധങ്ങൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ താങ്കളെ വളരെ വലിയൊരു ബാനറിൽ അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ കുറച്ചുകൂടെ നാൾ കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യായിരുന്നു. പക്ഷെ അതിനൊന്നും നിന്നില്ല. താങ്കൾ തന്നെ വന്നു വീണ വേഷങ്ങളിൽ ചെറിയ വേഷമായാലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷത്തിൽ ചെയ്ത് ഫലിപ്പിച്ചു. എന്നാലും പുള്ളി എന്തെങ്കിലും പറഞ്ഞാണല്ലേ സിനിമയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എങ്ങനെ പറഞ്ഞാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആണല്ലേ. അപ്പോൾ ആദ്യത്തെ പടത്തിന് ശേഷം പിന്നീട് ചെയ്ത ശ്രദ്ധേയമായ അതും രാജീവേട്ടൻ്റെ പടം തന്നെയായിരുന്നു. കമ്മട്ടി പടത്തിൽ വളരെ ശ്രദ്ധേയമായ വേഷമായിരുന്നു. രണ്ടാമത് രാജീവേട്ടനിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടി? ആദ്യത്തെ പടത്തിൻ്റെ ബാക്കി അവിടുന്ന് രാജീവേട്ടൻ വിളിച്ചാണ്? സാർ വിളിച്ചിട്ട് ഷൈൻ ടോം ചാക്കോയുടെ അനിയൻ്റെ വന്ന് ചെയ്തു. ചെറിയ പരിപാടിയാണ്, പക്ഷേ നോട്ടബിളാണ്. എനിക്ക് അങ്ങനെ നോട്ടബിൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രാജീവ് സാറിൻ്റെ പടമല്ലേ നമ്മുടെ. ഞാൻ ഒരുപാട് പാടുപെടുകയാണ് ഷൈനെ കൊണ്ട് സംസാരിപ്പിക്കാൻ. കാരണം വളരെ കുറച്ച്, നേരത്തെ പറഞ്ഞാൽ വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ നമുക്ക് കിസ്മത്തിലോട്ട് കിടക്കാം. താങ്കൾ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ചിത്രമാണ് കിസ്മത്ത്. ചെറിയ പടമായിട്ടും ആൾക്കാർ വളരെ ഹൈപ്പോടെ ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും ഇപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പടം റിലീസ് ചെയ്യാൻ ഭയങ്കര ഹൈപ്പുണ്ട്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ഭയങ്കര ഹൈപ്പുണ്ട്. എന്താണ് പ്രതീക്ഷകൾ? നല്ല രീതിയിൽ വന്നോന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാൻ എനിക്കറിയില്ല എന്താവും. അത് ശരി. കാരണം പോസ്റ്ററിലെല്ലാം താങ്കളുടെ ശ്രുതിയും ലീഡ് പടം വെച്ചാണ് വരുന്നത്. എന്താണ് ഈ സിനിമ കിസ്മത്ത്, എന്താണ് പറയുന്നത്? റിയൽ ബേസ്ഡ് ഒരു സ്റ്റോറിയാണ്.
മൊത്തത്തിൽ അതേ പരിപാടി ഡോക്യുമെൻ്റ് ചെയ്തതല്ല, നല്ല നമ്മുടെ സിനിമാറ്റിക് പരിപാടികളും ഉണ്ടാവില്ല, നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കി ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിലും ഒരു റിയലിസ്റ്റിക് പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കുഴപ്പമില്ല, നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. എന്താണ് സിനിമ ഷൈൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന ഒരു ബിടെക്കിന് പഠിക്കാൻ പോയിട്ട് നിർത്തി വന്നിട്ട് ഇവിടെ ബൈക്ക് ഇത് ചെയ്യില്ല, ഓൾട്ടറേഷൻ ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ പരിപാടി. ഇവിടെ അല്ല, പൊന്നാനി പരിപാടിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു എടുത്ത് ചാടി പെരുമാറുന്നൊക്കെ പോലത്തെ ഒരു റൊമാൻറ്റിക് ത്രില്ലറാണ് ഈ സിനിമ, അല്ലെങ്കിൽ അല്ലല്ല റൊമാൻറ്റിക് അല്ല. എനിക്ക് തോന്നുന്നു ഇതിനൊരു ജോണർ വൈസ് എനിക്ക് പറയാനുണ്ടോ, എന്നാലും എനിക്ക് തോന്നുന്ന ഒരു റിയലിസ്റ്റിക് ഡ്രാമ, റോ ആൻഡ് റിയലിസ്റ്റിക് ഡ്രാമ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ പ്രേക്ഷകർക്കായിരിക്കും കൂടുതൽ ആ ഒരു ഇമോഷൻ കിട്ടാൻ സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങളുടെ ഫീമെയിൽ ലീഡിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് ഈ കഥ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വെച്ചാൽ അങ്ങനെയല്ല, അധികമല്ല, അതിലൊരു ആ ഒരു ഇമോഷൻ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ചെറിയ പടമാണ്, വലിയ പരിപാടിയൊന്നുമല്ല. നടന്ന പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ സിനിമയെ കാണുന്ന പോലെ ഒരുപാട് എന്താ പറയുക ട്വിസ്റ്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ബട്ട് സ്റ്റിൽ എന്നാലും നടന്ന കാര്യം ഒരു വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനക്കെന്താടാ ചെറുമിപ്പെണ്ണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജി കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എന്റെ പുറപ്പാട്. ഓൻക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? ഇർഫോ, ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. ഈ വലിയ പരസായി അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലടാ പ്ലാസാക്കല്ലിന്റെ അച്ഛനായിട്ടാ. എന്നാ പ്ലാസാക്കല്ലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്, ഞാൻ ഓളെ തന്നെ എനിക്ക് കാണിക്കോളൂ. സിനിമയെ പലപ്പോഴും സിനിമയോട് ആഗ്രഹമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ വളരെ ഇൻഫോർമലായിട്ടാണ് ഷൈൻ അതിനകത്തേക്ക് വന്ന് കയറിയെന്ന് ഷൈൻ തന്നെ പറഞ്ഞു. ഇതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് സംഭവിക്കേണ്ട ഒരു സാധാരണ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്? ഭാഗ്യമായിട്ട് തോന്നുന്നു, അങ്ങനെ സാധാരണ കാര്യമാണ്. നമ്മൾ പിന്നെ ഒരു ദിവസം ഞാനിപ്പോൾ ആഗ്രഹിക്കണേ എനിക്കൊരു ഇന്നയാളുടെ പടത്തിൽ അഭിനയിക്കണം, അതല്ലല്ലോ, അത് ആഗ്രഹിക്കണം എന്നുള്ളത് ഉള്ളില്. പക്ഷെ അത് സംഭവിക്കണത് അത് ഭയങ്കര ഡിവൈൻ അല്ലേ, നമുക്ക് എന്ത് പറയാൻ പറ്റും. ഛായാഗ്രാഹകൻ ആഗ്രഹിച്ചു, നടനായി, സ്വന്തം അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ഇറങ്ങി, രണ്ടാം സിനിമ ഇറങ്ങി, മൂന്നാം സിനിമ ഇറങ്ങിയപ്പോൾ സ്വയം അഭിനയം എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് കരുതുന്നത്? ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിന് ഇപ്പോൾ ഒരു പടം ഞാൻ ചെയ്തു എന്ന് വെച്ചിട്ട് അത് അടുത്ത പടത്തിന് അതിൻ്റെ എക്സ്പീരിയൻസ് അല്ല ഗൈഡ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പടത്തിന് വേണ്ടി ഒന്നേന്ന് തുടങ്ങണം. പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ പ്രോസസ്സ് അതെന്നും ചെയ്യാൻ പറ്റണം. അതാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് വേറെ പരിപാടികൾ കാരണം ബ്ലോക്ക് ആവരുത്. അപ്പോൾ വളരെ മിനിമലായിട്ട് പടങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളൂ, ഒരുപാട് ചെയ്യണമെന്നൊന്നുമില്ല. അല്ല, ഐ മീൻ ചെയ്യണം, പക്ഷേ ബട്ട് സ്റ്റിൽ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന പരിപാടി കിട്ടിയാൽ അടിപൊളിയായിരുന്നു. ഈ കഥ അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥ ഒരാൾ വന്ന് പറയുമ്പോൾ അത് വേറെ ആരുടെ കൺസൾട്ട് ചെയ്യുമോ? കൂട്ടുകാരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ടോ? ഞാനിപ്പോൾ കഥ അധികമൊന്നും കേട്ടിട്ടില്ല, എന്നാൽ കേട്ടതിൽ ഞാൻ എൻ്റെ ഉമ്മച്ചിയെടുത്ത് പറയും. ഫസ്റ്റ് ഉമ്മച്ചിയെടുത്ത് ഞാൻ പറയും, അത് കഴിഞ്ഞിട്ട് വാപ്പച്ചിയെടുത്ത് പറയും. പിന്നെ എൻ്റെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറയും. കിസ്മത്തിൻ്റെ കഥയൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ക്ലാസ്സിലെ കുറച്ച് പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരി, അവർ കഥ പുറത്തു വിടുമോ? അവർ എന്തായാലും കഥ പുറത്തു വിടില്ല, അവര് നമ്മുടെ ആൾക്കാരാണ്. ശരി. അല്ല, ഇവരോട് പറയുമ്പോൾ ഇവരുടെ വിലയിരുത്തലാണോ അല്ലെങ്കിൽ ലാസ്റ്റ് ഷൈൻ ഒരു തീരുമാനം? അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ല ചിലപ്പോൾ ചേട്ടൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടും നമുക്ക്. എന്താണ് ഇതപ്പോൾ ഇന്ന ആളിപ്പോൾ ഇന്ന സിനിമകളെ കാണുന്ന ഒരാളാണ്, അപ്പോൾ അയാൾ ഇങ്ങനെയാണ് കാണുന്നത്, അപ്പം ഞാനിങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ഉമ്മച്ചി ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. നീ എസ്? അതെ. നീ മുസ്ലിം? മിശ്ര വിവാഹം? സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ.
നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്പർ ഡയലേ. നമ്പർ ഡയലേ ചെയ്യടി. ആരഭിനയാണ് ഏറ്റവും ഇഷ്ടം ചുറ്റും നോക്കുമ്പോൾ? ഒരുപാട് പേര് പറയാനുണ്ടോ? ഒരുപാട് പേര്. എന്നാലും ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് സത്യം പറയാനല്ല, ഞാൻ ഈ പേരുകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ മലയാളത്തിൽ ഞാൻ എന്താ അറിയാതെ എന്നല്ല, ബട്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അത് ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായി പോയി ഞാനത്. എനിക്ക് ക്ലാര എന്ന് പറഞ്ഞ ക്യാരക്ടർ മനസ്സിൽ തോന്നില്ല. പിന്നെ ലാലേട്ടൻ്റെ വെറുതെ പൊള്ളി. അത് കാണാൻ കാരണം ഡിമൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ്. ഡിമലേട്ടൻ ഇങ്ങനെ പറയും, ഇങ്ങനെ പഴയ പടങ്ങൾ കാണാം, 80s പടങ്ങൾ കാണുമെന്ന് പറയുമായിരുന്നു. പുള്ളിയുടെ അവിടെ നിന്ന് എനിക്ക് തന്നു കോപ്പി ഇതൊക്കെ തന്നു. വളരെ കോൺഫിഡൻ്റ് ഒരു രാത്രി എന്താണ് പഴയ പടം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാണ് പണ്ടാരോ എന്നുള്ള സീൻ. ഒരു രക്ഷയില്ല ആ സിനിമ. കാര്യം ഞാൻ അതിൻ്റെ ഏറ്റവും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ക്യാരക്ടറാണ് ക്ലാര. ആ ക്യാരക്ടറിനെ ഇത്രയും അധികം എന്താ പറയുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യുന്നത് നല്ലതായിട്ടാണ് നമുക്ക് അതിനകത്ത് തോന്നുന്നത്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് ആ തോട്ടാണ് ഞാൻ ആക്ച്വലി അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയാണ്. അതേപോലെ ഹിന്ദിയിൽ ഹൈവേ എന്ന് പറഞ്ഞ പടം ആലിയ ഭട്ടിന്റെ ഉടുത്താ പഞ്ചാബൊക്കെ ആലിയ ഭട്ടിന്റെ, അങ്ങനെ എനിക്ക് പറയാനില്ല, വാക്കുകളില്ല. അങ്ങനത്തെ സിനിമകൾ കാണുമ്പോഴേ കയ്യിന്ന് പോകും. ഈ നടനാവാൻ ആഗ്രഹമുള്ളവർ, ആഗ്രഹമില്ലാത്ത ആരുമില്ല, അത് വേറെ കാര്യം. ഈ കണ്ണാടിയുടെ മുമ്പിൽ അഭിനയിക്കും, അല്ലെങ്കിൽ ചില വേറെ സിനിമകളുടെ സീനിൽ അവർ അഭിനയിച്ച് നോക്കും എങ്ങനെയുണ്ട്. മിക്കവാറും ഓഡിഷൻ ടെസ്റ്റ് എല്ലാം അങ്ങനെ ആയിരിക്കും, ഏതെങ്കിലും സിറ്റുവേഷൻ നൽകിയിട്ട് അഭിനയിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. അങ്ങനെ അഭിനയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച്? സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇതാ പറയണേ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തൂവാനത്തുമ്പികൾ കണ്ടിട്ട് ഇരുന്ന പോലെ, അതേപോലെ ഞാൻ ഇങ്ങനെ കുറേ ഇരിക്കും. ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാങ് ഓവർ ഉണ്ടാവും. മണിരത്നത്തിൻ്റെ ഒരു കോട്ടില്ലേ, ഇഫ് യു ആർ ബിറ്റൻ ബൈ ദിസ് ബീന്നോ യു ആർ സീരിയസ്ലി ബിറ്റൻ എന്ന് പറയുന്നത്. അത് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്. ഞാൻ ഇപ്പോൾ ഇതിലൊരു പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അതിലായി പോകും. ഈവൻ റോക്ക് സ്റ്റാർ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ നാൾ അങ്ങനത്തെ ബിഹേവിയർ. ഇല്ലില്ല, ബട്ട് ഞാൻ പറയാം, നമ്മൾക്ക് അഭിനയിക്കുമ്പോഴും നമ്മളൊരു സിനിമ മൊത്തമായിട്ട് ഒരു പടം മൊത്തമായിട്ട് കാണുന്നത് വേറെ പരിപാടിയാണ്. ഇപ്പോൾ അഭിനയിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടാറില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ആ ഷോട്ട് വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ഞാൻ ഷാനോസ്ക അത് ഒന്നും കൂടെ എടുത്ത ഇല്ല ഷീന അത് ഓക്കെ ആണല്ലോ, അപ്പം എനിക്കത് അപ്പം ഷാനോസ് എന്നാൽ ശരി ഒന്നും കൂടെ എടുക്കാമെന്ന് പറയും. അപ്പം ഞാൻ വേറെ ടേക്ക് എടുത്തിട്ട് അപ്പം പിന്നെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഷീന ആദ്യത്തെ കറക്റ്റായിരുന്നു, പിന്നെ ആ ഒരു അതെൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് പോവും എനിക്ക് ഷൂട്ടിങ് നമ്മൾ അഭിനയിക്കുന്ന ഒരു ഇതിൽ. പക്ഷെ പടം കാണുക വെച്ചാൽ ഫൈനൽ പടമാണല്ലോ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഥ ആദ്യം കേൾക്കും, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കും, ഡയലോഗ്സ് പഠിക്കും, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യും, പിന്നെ എഡിറ്റിംഗ് സമയത്ത് കാണും, പിന്നെ ഫൈനൽ എഡിറ്റിംഗ് കാണും, മ്യൂസിക് ചെയ്യുമ്പോൾ കാണും. ഇതിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ എന്ന് വെച്ചാൽ കിസ്മത്തിൽ എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും എനിക്ക് അറിയാൻ പറ്റി ഓരോൻ്റെ ഒരു മാറ്റങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലുള്ള കാര്യം എന്നെ തന്നെ സ്ക്രീനിൽ കാണുന്നോണ്ട് അയ്യോ എന്നുള്ള അവസ്ഥയാണ്. എന്നുവെച്ചാൽ അത് വേറെ ഏതോ ഒരാളെ പോലെ അയ്യോ ഞാനാണോ എന്നൊക്കെയുള്ള സീനിലാണ് ഞാൻ എന്നെ കാണുന്നത്. ഈ സ്വയം സ്ക്രീനിൽ കാണുമ്പം അത് ആസ്വദിക്കാറുണ്ടോ അല്ലെങ്കിൽ തിരിഞ്ഞേക്കുമോ? തിരിഞ്ഞേക്കില്ല കേട്ടോ, എനിക്ക് ഞാൻ തിരിഞ്ഞേക്കണല്ല, ഞാൻ നൈസായിട്ട് ഇങ്ങനെ സൈഡിലുള്ള ആളെ നോക്കും. അവരെന്തോ അല്ലേ അവര് ഇപ്പൊ എന്തെങ്കിലും അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോ അവരാണല്ലോ ആക്ച്വലി കാണേണ്ടത്. ഞാനിപ്പോ കണ്ടിട്ട് എന്താ കാണിക്കാൻ? ആരാധകർക്കായി തുടങ്ങിയ എന്നാലും എന്താ ആരാധകർ, എന്നാലും അങ്ങനെ ആരാധികമാരായിരിക്കും കൂടുതൽ. അങ്ങനെ ഇല്ല, മെസ്സേജ് വരും, അപ്രീഷിയേറ്റ് ചെയ്ത മെസ്സേജ് വരും. ഇതാണ് നല്ലതായിരുന്നു, ആ ഡയലോഗ് നല്ലായിരുന്നു. കിസ്മത്ത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആണോ ഇത്രയും നാളിൽ അഭിനയിച്ചത്? കാരണം ഇതൊരു ലീഡ് ക്യാരക്ടറാണല്ലോ എന്തായാലും. അപ്പോൾ ഇനിയൊരു ലീഡ് ക്യാരക്ടറിലേക്ക് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ? ലീഡ് ക്യാരക്ടർ എന്നല്ല, ഇപ്പോൾ കിസ്മത്തിലായാലും ആക്ച്വലി ലീഡ് ക്യാരക്ടർ എന്ന് പറയാൻ ഞാൻ ഇപ്പോഴും പറയില്ല. കാര്യം ഷാനവാസ് ഖാൻ്റെ അടുത്ത് കഥ ആദ്യം പറയുമ്പോൾ ഒരു ചെക്കനും പെണ്ണും പോലീസ് സ്റ്റേഷനിൽ വരുന്നു, അവിടെ പിന്നെ വേറെ കഥകളുണ്ട്. ഞാൻ വൺ ഓഫ് ദ ക്യാരക്ടർ മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ പോസ്റ്റർ ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ലവ് ട്രാക്ക് ഞങ്ങളുടെ ഉണ്ടായതുകൊണ്ട് പിന്നെ അതിൽ നിന്നാണ് പിന്നെ കഥ ആക്ച്വലി തുടങ്ങുന്നത് ഞങ്ങളുടെ നിന്ന് അങ്ങനെ പോയി സീരിയസ് ആയി എൻഡിലേക്ക് വരുന്ന ഒരു സംഭവം.
അപ്പോൾ ഫസ്റ്റ് എനിക്ക് കഥ കേൾക്കുമ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഹീറോ എന്നുള്ള പരിപാടിയിലൊന്നും അല്ല എൻ്റെ തലയിൽ കിടക്കുന്നത്. ഇപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ ഒരാളൊന്നൊരു കഥ പറയുമ്പോൾ ഞാനൊരിക്കലും എൻ്റെ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടല്ല കഥ കേൾക്കുന്നത്. ഞാൻ ആക്ച്വലി കഥ കേട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഇതിനകത്ത് എന്താ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ ഇന്ന ക്യാരക്ടർ എന്ന് പറയും. ഓക്കെ, അതൊരു നല്ല കഥ കേൾക്കാതെ കമ്മിറ്റ് ചെയ്യണ സംവിധായകരുണ്ടോ? ഞാനിപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യാനൊക്കെ പറയാൻ മാത്രം എന്താണ്, ഞാനിപ്പോൾ കുറച്ചല്ലേ ചെയ്തത്. ഇപ്പം എന്താ രാജീവ് സാർ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. അത് എന്താണെങ്കിലും ഇപ്പോൾ ചെല്ലും എന്നുള്ള പരിപാടിയാണ്. കിസ്മത്ത് ഈ യുവാക്കൾക്കുള്ള സിനിമയാണ് അല്ലേ എല്ലാവർക്കും ഉള്ള? ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ഓഡിയൻസിനായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ഇത്തിരി ഏജ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഇമോഷൻ കിട്ടും ശരിക്കും. പയ്യന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന പരിപാടി ആയതുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ നടക്കുമോ എന്നുള്ള സീനാണ് പയ്യന്മാർക്ക്. പക്ഷെ ഇതൊക്കെ ഒരു കുറച്ച് ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും, കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പം പൊന്നാനി മാത്രമല്ല, ഇതിപ്പോൾ എല്ലായിടത്തും നടക്കാവുന്ന ഒരു കഥയും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താമല്ലേ? നമ്മൾ കുറേ സംസാരിച്ചില്ലേ? കുറേ സംസാരിച്ചു. അപ്പോൾ ആ ബോംബെ വെൽവെറ്റ് നടന്നു, താങ്കൾ അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫറായി. എങ്കിൽ താങ്കളിപ്പം ബോംബെയിലിരുന്ന് ഇപ്പം ഇറങ്ങി കിസ്മത്ത് വേറെ ആരെങ്കിലും വെച്ചിരുന്ന് കാണുമായിരുന്നോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നമുക്ക് എന്ത് പറയാൻ പറ്റും. അപ്പോൾ രാജീവേട്ടൻ എന്ത് ചെയ്തതാണ് 2 സിനിമ? രാജീവ് സാർ 2 സിനിമ ആരായിട്ട് ചെയ്യുന്നത്? താങ്ക് യു വെരി മച്ച്.